63ാമത് സ്കൂൾ കലോത്സവം കൈരളിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്പെഷ്യലാണ്. എന്താണ് ഹരിത അതിന് കാരണം? അതെ, തീർച്ചയായും. കാരണം പട്ടുറുമാലിലെ ടൈറ്റിൽ വിന്നർ ആയിട്ടുള്ള അസ്ന നിസാം ഇത്തവണ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവളോട് തന്നെ ചോദിച്ചറിയാം അല്ലേ? ആ കൊച്ചു മിടിക്കാൻ നമുക്കൊന്ന് കാണാൻ പോയല്ലോ. നമുക്കായിട്ട് ഒരുപാട് ഭയങ്കര കില്ലൻ പെർഫോമൻസ് ഒക്കെ ആയിട്ട് ആൾ വെയിറ്റിംഗിലാണ്. അപ്പോൾ നമുക്കെന്നാ കാണാൻ പോയല്ലോ. അതെ, അപ്പോൾ ലെറ്റ്സ് ഗോ. नशदोनो में साक़ी मुझे हम दे या शराब मुझे हम नशदोनों में है साकिन मुझे हम दे या शराब. തിരുവനന്തപുരം എന്ന് കേൾക്കുമ്പോൾ തന്നെ അസ്നയ്ക്ക് ഒരു വികാരമാണല്ലോ. ഒരുപാട് പഴയ ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു മണ്ണും കൂടെയാണ് അസ്നയെ സംബന്ധിച്ചിടത്തോളം ട്രിവാൻഡ്രം. നമുക്ക് ആ പഴയ ഓർമ്മകളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രിവാൻഡ്രം ആക്ച്വലി പ്രോഗ്രാമിനൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വർഷം മുന്നേ ആണ് നമ്മുടെ പട്ടുറുമാലിൻ്റെ ഒരു ആവശ്യത്തിനായിട്ട് ഓഡീഷൻസിനായിട്ട് ട്രിവാൻഡ്രം വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള പ്രോഗ്രാംസിന് വരുന്നതിനെക്കാട്ടി തികച്ചും ഒരു വേറൊരു വൈബായിരുന്നു നമ്മുടെ പട്ടുറുമാലിൻ്റെ ഓഡീഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വർഷത്തോളം ഷോയിലുണ്ടായി, ഫൈനൽ കഴിഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷം. ക്യൂ ഹമേ മൗത്ത് കെ पैगाम दिए जाते हैं क्यों हमें मौत के पैगाम दिए जाते हैं. തവണ ഉറുദു ഗസലിലാണ് വന്നിട്ടുള്ളത്. അതിന്റെ വിശേഷങ്ങൾ എങ്ങനെയാണ്? ഉറുദു ഗസൽ ഞാൻ നമ്മുടെ പട്ടുമാലിന് വേണ്ടിയിട്ട് തന്നെയാണ് ഗസൽസ് പഠിച്ച് തുടങ്ങുന്നത്. അപ്പം ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു മേഖലയായിരുന്നു മാപ്പിളപ്പാട്ട്. അപ്പം അതിന് ആ ഒരു സ്റ്റാർട്ടിങ് തന്നത് തീർച്ചയായിട്ടും പട്ടുമാൽ തന്നെയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പഠിച്ച് തുടങ്ങി ഇപ്പോൾ കലോത്സവം വരെ എത്തിക്കണു. അവസാന വർഷമാണ്. അപ്പോൾ അതിൽ ഈ ഗ്രേഡ് കിട്ടിയത് ഭയങ്കര സന്തോഷം. അപ്പോൾ എത്ര ദിവസം എടുത്തു ഇത് പഠിക്കാനൊക്കെ ആയിട്ട്? 2-3 മാസം ഈ ലിറിക്സ് ഒക്കെ പഠിക്കാനായിട്ട് ലിറിക്സിൻ്റെ പ്രൊനൗൺസിയേഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ജില്ല വരെ ഏത് കയറ്റം ഉണ്ടായിരുന്നു? ഞാൻ ലളിതഗാനത്തിനുണ്ടായിരുന്നു, മാപ്പിളപ്പാട്ടിനുണ്ടായിരുന്നു, പിന്നെ ഗസലാണ് ഉണ്ടായത്. എന്താണെങ്കിലും മാപ്പിളപ്പാട്ടിലാണ് അസ്ന നിസാം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടതായി മാറിയത്. അപ്പോൾ മാപ്പിളപ്പാട്ടിന്റെ ഒരു 2 വരി നമുക്ക് കേട്ടാലോ? തണിയാനെ തേരു തരുള്ള മീറോരം വശിതനെ തലമാനെ അപ്പടിങ്കൽ ഇരവിനല്ലടു തനി പൊലിവാൽ തണിയാനെ തേരു തരുള്ള മീറോരം വശിതനെ തലമാനെ അപ്പടിങ്കൽ ഇരവിനല്ലടു തനി പൊലിവാൽ ബഫത്തെല്ലാം പിടந்து ഇബനു മുദക്കിനിലാണ് ദേശി നബി തല്ലേ ഒളിവുകൾ ഉടുക്കല്ല യുഗമല്ലേ യുഗമല്ലേ മുഹമ്മദ് അന്നബിയാർ ഖിദ്മത്ത് പെടുപ്പാനായി വരും അമിറാവർ താനെ ഖിദ്മത്ത് പെടുപ്പാനായി വരും അമിറാവർ താനെ. ഒരു രക്ഷയില്ല. ഗംഭീര സംഭവം. എനിക്ക് ലിറിക്സ് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇതെങ്ങനെ ഇത് പഠിച്ചെടുത്ത് പാടുന്നതെന്ന് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ചേട്ടാ. എനിക്കൊന്നും പറയാനില്ല. ഞാൻ സത്യം പറഞ്ഞു, ഞാൻ പാട്ടിന്റെ വരി കേട്ടിട്ട് സത്യം. കാരണം പറയുന്ന ആളിന് എനിക്കും അതേ അവസ്ഥയായിരുന്നു. ഞാനിത് ഓൾറെഡി മുന്നേ കേട്ടിട്ടുള്ള ആ സമയത്ത് തന്നെ എൻ്റെ കിളി ഒരു തവണ പോയതാ. പിന്നെ
അധികം കിളികളില്ലാത്തതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ +2 ആണ്. അപ്പോൾ ഇനി വളരെ കുറച്ച് ദിവസമേ ക്ലാസ് ഒക്കെ ഉള്ളൂ. ക്ലാസ് ഒക്കെ നല്ല പോലെ മിസ്സായിട്ടുണ്ടാവും കലോത്സവമൊക്കെ ആയിട്ടല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്താണ് പ്ലാൻ? എനിക്ക് ചേച്ചി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കാനാണ് പ്ലാന്. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ വേ ആയിട്ടുള്ള മ്യൂസിക്കും കൊണ്ടുപോകണം. അപ്പോൾ ആ ഒരു രണ്ട് രീതിയിലും കൂടിയിട്ട് കൊണ്ടുപോകണം എന്നാണ് പോകാനാണ് പ്ലാന്. അസ്നയെ പോലെ തന്നെ ഒരുപാട് സ്പെഷ്യലായ മറ്റൊരു വ്യക്തിയും കൂടെ നമ്മുടെ കൂടെ ഇന്നുണ്ട്. ആ വ്യക്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഏറ്റവും അർഹയായ വ്യക്തി എന്ന് പറഞ്ഞാൽ ഹരിതയായിരിക്കും. അപ്പോൾ ഹരിതയ്ക്ക് കൊടുക്കുകയാണ് ബാറ്റൺ. അതെ, നമ്മുടെ കുടുംബാംഗമാണ്, പട്ടുറുമാലിലെ ഫൈനലിസ്റ്റ് ആണ് സഫാൻ. എന്തൊക്കെയുണ്ട് സഫാൻ വിശേഷം? വളരെ നല്ല വിശേഷം. പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് പോകുന്നു ഇങ്ങനെ. അതെ പാട്ട് തന്നെയാണ് ഇപ്പം. കീബോർഡിസ്റ്റായിട്ടും ഹാർമോണിസ്റ്റായിട്ടും ഒക്കെ പോകുന്നു എല്ലാ രീതിയിലും. അതെ, ഒരു സംഗീത സംവിധായകനാകണമെന്നാണ് ആഗ്രഹം. അതെ, എല്ലാത്തിലും കൈകടത്താൻ ആഗ്രഹമുണ്ട്. അപ്പോ സബ് ജില്ലാ തലം മുതൽ തന്നെ അതെ ഉണ്ടായിരുന്നു. അസ്ന എന്നെ വിളിച്ചു, സബ് ജില്ലയിൽ തന്നെ വിളിച്ചിരിക്കുക വരണം. അവൾക്ക് കൂടി സപ്പോർട്ടാണെന്ന് പറഞ്ഞു. ഞങ്ങൾ അത്രയും ഫ്രണ്ട്സ് ആയിരുന്നു നിന്ന സമയത്ത് തന്നെ. അപ്പോൾ സബ് ജില്ലയിലുണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റേറ്റ് വരെ എത്തി. സ്റ്റേറ്റിലിപ്പം അവൾ എ ഗ്രേഡും ഉണ്ട്. വളരെ നന്നായിട്ട് തന്നെ പാടി. നമ്മുടെ എന്താണെങ്കിലും പട്ടുറുമാൽ എന്ന് പറയുമ്പോൾ മാപ്പിളപ്പാട്ടാണല്ലോ. സഫാന് നല്ലൊരു ഗായകനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് മാത്രമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് വഴക്ക് പറയുന്നത് എനിക്കറിയാം. 2 വരി പാട്ടും കൂടെ ആവാം. അപ്പോൾ 2 വരി പാട്ട്. നിഴലായെന്നുമെൻ തലയിൽ തലോടുന്ന നീല നിലാവിൻ്റെ കുളിർത്തിന്നലുപ്പ ബാല്യത്തിനോർമ്മകൾ മനസ്സിൽ തൂങ്ങി ബഹുദൂരം നടന്നു ഞാൻ ആ വഴിത്താരിയിൽ നിഴലായെന്നുമെൻ തലയിൽ തലോടുന്ന നീല നിലാവിൻ്റെ കുളിർത്തിന്നലുപ്പ. വളരെ നന്നായിരുന്നു. ഇത് ഉപ്പ റൗണ്ടിൽ സ്വന്തമായിട്ട് സഫാൻ തന്നെ കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടാണ്. വളരെ നല്ല റെക്കഗ്നിഷൻ അന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അസ്നിപ്പോൾ +2 ആണല്ലേ. അപ്പോൾ അവസാനത്തെ കലോത്സവം കൂടിയാണ്. അതിൻ്റെ വിഷമമുണ്ടോ? ചെറുതായിട്ടുണ്ട്. കാരണം എനിക്ക് അധികം കലോത്സവങ്ങൾ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ. അപ്പോൾ എന്തായാലും അവസാന കലോത്സവത്തിൽ എ ഗ്രേഡ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. അതേ ഇപ്പം വിഷമമുണ്ട്. ഇല്ല, സംഗീതമായിട്ട് ഉറപ്പായിട്ട് മുന്നോട്ട് പോവും. അസ്ന നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പാട്ട്. വേറെന്തെങ്കിലും കലാപരിപാടികളുണ്ടോ? എന്തെങ്കിലും? എല്ലാം കുറച്ചുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല വേദികൾ കീഴടക്കാൻ ഇനിയും അസ്നയ്ക്ക് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. നമ്മളെ കുടുംബത്തിലൊരാൾ വലിയ ഹൈറ്റ്സ് അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് അല്ലെങ്കിലും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കിയതിന് ശേഷം നമ്മുടെ ഒരു കുടുംബത്തിലൊരംഗത്തെ പോലെ നല്ല അംഗമാണ് ഹരിത. നമ്മൾ ഈ ക്യാമറ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന സംഗതികളെല്ലാം എല്ലാ ആൾക്കാരും കാണുള്ളൂ. പക്ഷെ നമ്മളെ ക്യാമറമാൻ നമ്മൾ ഇതുവരെ പറഞ്ഞില്ല അല്ലേ. അപ്പോൾ ക്യാമറമാൻ പ്രകാശിനോടൊപ്പം ഹരിത ഹരിദാസ്, RJ അരവിന്ദ്. കൈരളി ന്യൂസ്.